പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായത്തിലെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. The hypotenuse of a right triangle is 1.5 meter and one of the other sides is half meter. Find its perimeter up to centimeter. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്റർ ആണ്, ബേസ് ഹാഫ് മീറ്റർ ആണ്, അതിന്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി സം ഓഫ് ദി ലെങ്ത് ഓഫ് ദിസ് ത്രീ സൈഡ്സ്. അപ്പോൾ ഈ ഹൈറ്റ്, ഈ ഹൈപ്പോട്ടന്യൂസ്, ഈ ബേസ്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഇത്രയും ലെങ്ത് അല്ല, ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ച് നോക്കാം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എച്ച്. ഹൈപ്പോട്ടന്യൂസ് ഇസ് നോൺ, ബേസ് അറിയാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 1.5 സ്ക്വയർ മൈനസ് ഹാഫ് സ്ക്വയർ ആണ് എന്ന് പറയുന്നത് എച്ച്. അതൊന്ന് സിംപ്ലിഫൈ നോക്കാം. എച്ച് ഇസ് ഈക്വൽ ടു 1.5 പ്ലസ് ഹാഫ് ഇൻറ്റു 1.5 മൈനസ് ഹാഫ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ 1.5ഉം ഹാഫും ആഡ് ചെയ്യുക. 1.5 ൽ ഹാഫ് കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 1. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു 1 എന്ന് കിട്ടും. അതായത് റൂട്ട് 2. അപ്പോൾ റൂട്ട് 2 സെന്റിമീറ്റർ ആണ്, റൂട്ട് 2 മീറ്റർ ആണ് ഓൾട്ടിറ്റ്യൂഡ്. ദെൻ പെരിമീറ്റർ നമുക്ക് നോക്കാം. പെരിമീറ്റർ എന്തൊക്കെ വരും? ഈ ഹാഫും 1.5ഉം റൂട്ട് 2 കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും നോക്കാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 1.5 പ്ലസ് ഹാഫ് പ്ലസ് റൂട്ട് 2. 1.5ഉം ഹാഫും കൂടി ആഡ് ചെയ്താൽ 2 കിട്ടും. 1.5 കൂട്ടി 2, 2 പ്ലസ് റൂട്ട് 2, 2 പ്ലസ് റൂട്ട് 2. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കാം. 2 പ്ലസ് 1.414. It is approximately equal to 3.414. And here the perimeter is to be given in the up to centimeter ആണ്. up to centimeter up to centimeter ആക്കാന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് 3.41 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ 41 സെന്റിമീറ്റർ. അപ്പോൾ കറക്റ്റ് ടു മീറ്ററിനെ കറക്റ്റ് ടു സെന്റിമീറ്റർ ചെയ്യാൻ പറഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യും. അപ്പോൾ 3.41 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു 1 സെന്റിമീറ്റർ ബേസും 1 സെന്റിമീറ്റർ ഓൾട്ടിറ്റ്യൂഡും ആയ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. ഇനി റൂട്ട് 2 സെന്റിമീറ്റർ ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡും ആയിട്ട് എടുക്കുക. അതായത് ഈ ഓൾട്ടിറ്റ്യൂഡ് എപ്പോഴും, അതായത് ബേസ് ഇങ്ങനെ മാറിയത്, ഇത് 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ്, റൂട്ട് 2 യൂണിറ്റ്. ഇനി റൂട്ട് 2 ബേസ് എടുത്തു, ഇത് 1 യൂണിറ്റ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 3 യൂണിറ്റ്. ഇനി റൂട്ട് 3 ബേസ് എടുത്തു, 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 4. അഗൈൻ റൂട്ട് 4 യൂണിറ്റ് ബേസ് എടുത്തു, 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 5 സെന്റിമീറ്റർ. ഇങ്ങനെ പോകുന്ന ഈ പാറ്റേണിൽ ഗോ ഓൺ ഡ്രോയിങ് റൈറ്റ് ആംഗിൾസ് ലൈക്ക് ദിസ്. ഇതുപോലെ റൈറ്റ് ആംഗിൾസ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ സ്പൈറൽ പോലെ ആക്കാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി 10th ട്രയാംഗിൾ ഇൻ ദിസ് പാറ്റേൺ. ഈ ട്രയാംഗിളിന്റെ, അതായത് ഒന്നാമത്തെ ട്രയാംഗിൾ, രണ്ടാമത്തെ ട്രയാംഗിൾ, മൂന്നാമത്തെ ട്രയാംഗിൾ, നാലാമത്തെ ട്രയാംഗിൾ, അങ്ങനെ 10th ട്രയാംഗിൾ വരുമ്പോൾ വാട്ട് ഈസ് ദി sides of this 10th triangle. Also it is asked to find out how much more is the perimeter of the 10th triangle than the 9th triangle. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ട്രയാംഗിളിന്റെ സൈഡ്സ് നോക്കാം. 1 1 റൂട്ട് 2. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ട്രയാംഗിളിന്റെ സൈഡ്സ് എന്തായിരിക്കും? റൂട്ട് 2 1 റൂട്ട് 2 റൂട്ട് 3. ഓക്കെ. തേർഡ് സൈഡ് ട്രയാംഗിളോ? തേർഡ് ട്രയാംഗിൾ ഇതാണ് 1 റൂട്ട് 3 റൂട്ട് 4. ഫോർത്ത് ട്രയാംഗിളോ? 1 റൂട്ട് 4 റൂട്ട് 5. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രയാംഗിളിന്റെ സൈഡ്സ് എഴുതുമ്പോൾ നോക്കിയേ. ഫസ്റ്റ് ട്രയാംഗിൾ 1 1 റൂട്ട് 2, സെക്കൻഡ് ട്രയാംഗിൾ 1 റൂട്ട് 2 റൂട്ട് 3, തേർഡ് ട്രയാംഗിൾ റൂട്ട് 3 റൂട്ട് 4, ഫോർത്ത് ട്രയാംഗിൾ റൂട്ട് 4 റൂട്ട് 5. അപ്പോൾ ഫിഫ്ത്ത് ട്രയാംഗിൾ എന്തായിരിക്കും? ഇതുപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫിഫ്ത്ത് ട്രയാംഗിൾ എന്ന് പറയുന്നത് 1 റൂട്ട് 5 റൂട്ട് 6 വരും. അപ്പോൾ 10th ട്രയാംഗിളോ? 10th ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ 1 റൂട്ട് 10 റൂട്ട് 11. ഓക്കെ. അപ്പൊ 9th ട്രയാംഗിൾ എന്തായിരിക്കും നോക്കാവുന്ന. 9th ട്രയാംഗിൾ ആണെങ്കിലോ 1 റൂട്ട് 9 റൂട്ട് 10. അതായത് ഇവിടെ കമ്പയർ ചെയ്താൽ സെക്കൻഡ് ട്രയാംഗിൾ 1 റൂട്ട് 2 റൂട്ട് 3, സെക്കൻഡ് ട്രയാംഗിൾ ആകുമ്പോൾ റൂട്ട് 2, തേർഡ് ട്രയാംഗിൾ ആകുമ്പോൾ റൂട്ട് 3, ഫോർത്ത് ട്രയാംഗിൾ ആകുമ്പോൾ റൂട്ട് 4. അപ്പോൾ 10th ട്രയാംഗിൾ ആകുമ്പോൾ റൂട്ട് 10, 9th ട്രയാംഗിൾ ആകുമ്പോൾ റൂട്ട് 9. അപ്പോൾ റൂട്ട് 10 റൂട്ട് 11 റൂട്ട് 9 റൂട്ട് 10.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ടെൻത്ത് ട്രയാങ്കിൾ? അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ടെൻത്ത് ട്രയാങ്കിൾ ഈസ് 1 centimeter, √10 centimeter, √11 centimeter. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താ? സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ what is the how much more is the perimeter of 10th triangle than the 9th? 10th triangle 9th triangle പെരിമീറ്ററിനേക്കാൾ എത്ര കൂടുതലാണ്? അവിടെ 10th triangle എന്ന് പറഞ്ഞാൽ 1 + √10 + √11. ആ മൂന്ന് സൈഡിന്റെ ലെങ്ത് കൂട്ടുന്ന പെരിമീറ്റർ. 9th triangle ആണെങ്കിലോ 1 + √9 + √10. അപ്പൊ നമ്മളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പെരിമീറ്റർ, അതായത് 10th triangle പെരിമീറ്റർ ആയ 1 + √10 + √11 ഇന്ന് 1 + √9 + √10 സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് വരും 1 - 1 ക്യാൻസൽ ആയി പോവും, √10ഉം √10ഉം ക്യാൻസൽ ആയി പോവും, ബാക്കി √11 - √9. √11 എന്ന് മൈനസ് √9 നമുക്കറിയാം എത്രയാ? 3. അപ്പൊ √11 - 3. അപ്പൊ √11 - 3 എന്ന് പറയുന്നതാണ് എന്താ? സെക്കൻഡ് ആ 10th ട്രയാങ്കിൾ ഈസ് √11 - 3 centimeter more than 9th ട്രയാങ്കിൾ. അത് നമുക്ക് അങ്ങനെ, അതായത് 9th ട്രയാങ്കിളിനേക്കാൾ √11 - 3 centimeter കൂടുതലാണ് 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അത്രയും ക്ലിയർ ആയോ? ഇത് തന്നെ നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാം. അതായത് √5 ബേസ് 1 യൂണിറ്റ് ആൾട്ടിറ്റ്യൂഡ് √6 കിട്ടും. അതുപോലെ √6 ബേസ് 1 യൂണിറ്റ് ആൾട്ടിറ്റ്യൂഡ് √7 കിട്ടും. അങ്ങനെ നമുക്കിത് എത്ര വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇതുപോലെ ഒരു സ്പൈറൽ കിട്ടും. അതായത് 1 1 √2 √2 1 √3 √3 1 √4 √4 1 √5 √5 1 √6 √6 1 √7 √7 1 √8 എങ്ങനെ, അതായത് √2 √3 √4 √5 √6 √7 √8 അങ്ങനെ ഈ അതായത് റാഡിക്കൽ, ഇതിന് പറയുന്നത് സ്ക്വയർ റൂട്ട് സ്പൈറൽ എന്നാണ്. ഇതിനകത്ത് √4 റാഷണൽ നമ്പർ, √4 2 ആണ്, √9 3 ആണ്, അത് റാഷണൽ നമ്പർ ആണ്. അപ്പോൾ റാഷണൽ നമ്പറും ഉണ്ട് ഇതില്. അപ്പോൾ സ്ക്വയർ റൂട്ട് സ്പൈറൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു സ്ക്വയർ റൂട്ട് സ്പൈറൽ, ഒരു സ്പൈറൽ ഷേപ്പിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് വരച്ച് നോക്കുന്നത് നന്നായിരിക്കും. നല്ല രീതിയിൽ നല്ലൊരു സ്പൈറൽ ഷേപ്പിലൊരു ഫിഗർ നമുക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 യൂണിറ്റ് പിന്നെ √2 യൂണിറ്റ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വീണ്ടും 1 യൂണിറ്റ്, √3 യൂണിറ്റ് ഹൈപ്പോട്ടന്യൂസ്, √3ന് പെർപെൻഡിക്കുലർ ആയിട്ട് 1 യൂണിറ്റ്, √4 യൂണിറ്റ് ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെ ഇതുപോലെ ഒരു ഫിഗർ കിട്ടും. ഇതെല്ലാവരും വരച്ചു നോക്കുക. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.